ഇനി രാജ്യത്തെ ഒരു തുറമുഖങ്ങൾക്കും അവകാശപ്പെടാൻ ആവാത്തത്ര സവിശേഷതകളോടുകൂടിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് ചരക്ക് കപ്പൽ എത്തുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ. വിഴിഞ്ഞം പ്രദേശവാസികൾക്ക് 50% തൊഴിൽ നൽകുമെന്ന സർക്കാരിന്റെ ഉറപ്പ് അത് പാലിക്കും. ട്രയൽ റൺ സമയത്ത് വിദഗ്ധ പരിശീലനം ലഭിച്ചവരെ കണ്ടെയ്നർ ഇറക്കുമതിക്ക് ആവശ്യമായതിനാലാണ് പ്രദേശവാസികളെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത്. തുരങ്കപാത ഉൾപ്പെടെയുള്ള അനുബന്ധ മേഖലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നും തുറമുഖ വകുപ്പ് മന്ത്രി ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വിഴിഞ്ഞം എന്ന കൊച്ചു തീരദേശ ഗ്രാമത്തിനൊപ്പം കേരളക്കരയാകെ അഭിമാനത്തിലാണ്. എന്തായാലും ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന തുറമുഖ വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മന്ത്രി വി.എൻ. വാസവൻ ന്യൂസ് 18നോട് ഒപ്പം ചേരുന്നു. ഏറെ പ്രതീക്ഷയിലാണ് കേരളം. എങ്ങനെയാണ് സർക്കാരിന്റെ പ്രതീക്ഷകൾ? നിശ്ചയമായും ഇത് സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഒന്നും രണ്ടും പിണറായി സർക്കാർ അതിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അടുക്കുകയാണ്. ലോകമാകെ ഉറ്റുനോക്കുന്ന അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ നമ്മുടെ നാടിനുണ്ടാകുന്ന സാമ്പത്തിക, വാണിജ്യ, വ്യാവസായിക, തൊഴിൽ മേഖലയിലെ മുന്നേറ്റം നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന രൂപത്തിലുള്ള ഉള്ളടക്കത്തോടെ ആയിരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു മുമ്പുണ്ടായിരുന്ന 17 തുറമുഖങ്ങളുണ്ട്. ആ 17 തുറമുഖങ്ങളെല്ലാം വ്യത്യസ്തമാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്ത് 10 നോട്ടിക്കൽ മൈൽ അകലെ മദർഷിപ്പ് വന്ന് നിൽക്കും എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. കൊച്ചിയിൽ പോലും 72 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമേ മദർഷിപ്പ് വരികയുള്ളൂ. ഇവിടെ 20 മീറ്ററിലേറെ ആഴമുണ്ട് വിഴിഞ്ഞത്തെ പ്രധാന പ്രദേശങ്ങളെല്ലാം. അടിയിലാണെങ്കിൽ പാറയാണ്. അതുകൊണ്ട് ഡ്രഡ്ജിങ്ങിന്റെ പ്രശ്നവും വരുന്നില്ല. അപ്പോൾ വിഴിഞ്ഞം പ്രകൃതിദത്തമായ ഒരു തുറമുഖത്തിന്റെ എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കിത്തരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതിനോടകം തന്നെ 3000 മീറ്റർ പുലിമുട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു. 800 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് പൂർത്തീകരിച്ചിരിക്കുന്നു. 32 ക്രെയിൻ എത്തിച്ചേരേണ്ടത് 31 എത്തിച്ചേർന്നിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങളിൽ തുറമുഖത്തിന്റെ ഓഫീസ് മന്ദിരങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചു. 220 kVയും 33 kVയും സബ്സ്റ്റേഷനുകൾ സ്ഥാപിച്ചു. സെക്യൂരിറ്റി ഓഫീസുകൾ സ്ഥാപിച്ചു. അതേപോലെ തന്നെ നമുക്ക് കണ്ടെയ്നർ ബാക്ക് യാർഡ് പ്രത്യേകമായി നിർമ്മിച്ചു. 1.7 കിലോമീറ്റർ അപ്രോച്ച് റോഡ് ഇപ്പോൾ തീർന്നു കഴിഞ്ഞു. ഇനി ഭാവിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചരക്കുകൾ നീക്കേണ്ടത് റെയിൽവേ മാർഗമാണ്. ആ റെയിൽവേ കണക്ടിവിറ്റിക്ക് ആവശ്യമായ അലൈൻമെന്റ് തിട്ടപ്പെടുത്തി സാമൂഹ്യ ആഘാത പഠനവും പരിസ്ഥിതി ആഘാത പഠനവും കഴിഞ്ഞ് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചു. അതിന്റെ എല്ലാ തരത്തിലുള്ള DPRും തയ്യാറാക്കി കൊങ്കൺ റെയിൽവേ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിച്ച് അംഗീകാരം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 9.2 കിലോമീറ്റർ തുരങ്കപാതയാണ് റെയിൽവേക്ക് ഇപ്പോൾ നിർദ്ദിഷ്ട പാത എന്ന രൂപത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രധാനമായ ഒരു സംശയമായി വരുന്നത് ഈ റിംഗ് റോഡിന്റെ അടക്കം കാര്യം കഴിഞ്ഞ ബജറ്റിലടക്കം വലിയ തരത്തിൽ തുക നിക്ഷേപം മാറ്റിവെച്ചതാണ്. സ്വാഭാവികമായി 2000-ഓളം കണ്ടെയ്നറുകൾ ഈ ചരക്ക് കപ്പലിൽ അടുത്ത ദിവസം വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ പിന്നീട് അതിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു ധാരണ ഇതിനോടകം എത്തിയിട്ടുണ്ടോ? നിശ്ചയമായും ഇപ്പോൾ ആദ്യം എത്തുന്ന ചരക്കുകളെല്ലാം മുഴുവൻ കരമാർഗമല്ല പോകുന്നത്. ജലമാർഗം തന്നെ മറ്റ് ചെറിയ കപ്പലുകൾ വന്ന് കേരളത്തിലെയും ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലെയും വിദേശത്തേക്കും കൊണ്ടുപോകാൻ ആവശ്യമായ ക്രമീകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ തന്നെ മാരിടൈം ബോർഡിന്റെ കീഴിൽ 17 തുറമുഖങ്ങളുണ്ടായിരുന്നു. അതിൽ വിഴിഞ്ഞവും കൊല്ലവും അഴീക്കലും ബേപ്പൂരുമെല്ലാം ചരക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിനു പുറമെ മറ്റ് ഇന്ത്യയിലെ ഇതര തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ താൽക്കാലികമായി ഉണ്ടാക്കിയിട്ടുള്ള അപ്രോച്ച് റോഡ് മുഖാന്തരം NHലേക്ക് നമുക്ക് കണക്ടിവിറ്റി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഭാവിയിൽ വരുന്ന ഔട്ടർ റിംഗ് റോഡിനാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് സംബന്ധിച്ച ചർച്ചയും നടത്തി ഇൻ പ്രിൻസിപ്പൽ ഹൈവേ അത് അംഗീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമുക്ക് റെയിൽവേ കണക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ NHുമായുള്ള കണക്ടിവിറ്റിയും ഉറപ്പാക്കാൻ ആവശ്യമായ
മുൻകരുതലോടുകൂടി നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഴിഞ്ഞത്തേക്ക് എത്തുന്ന വഴികളിലൊക്കെ ഇപ്പോൾ ചില ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ. അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം, പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, അവിടെ തങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്ന ഫ്ലെക്സ് ബോർഡുകൾ ഇന്നലെയൊക്കെ ആ വഴിയെ പോകുമ്പോൾ കാണാൻ കഴിഞ്ഞു. അതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഈ അദാനി ഗ്രൂപ്പുമായിട്ട് സംസാരിക്കാൻ? നിശ്ചയമായും ആ പ്രദേശവാസികൾക്ക് 50% തൊഴിലവസരം കൊടുക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 50% തൊഴിലവസരം കൊടുക്കും. ഇപ്പോൾ 12-ാം തീയതി നടക്കാൻ പോകുന്ന ട്രയൽ റൺ മാത്രമാണ്. ആ ട്രയൽ റൺ നടക്കുമ്പോൾ ഇതിനു മുമ്പ് ജോലി പരിചയം ഇല്ലാത്ത ആളുകളെ വെച്ച് ട്രയൽ റൺ നടത്താനാവില്ല. അതുകൊണ്ട് തന്നെ വിവിധ വിദേശ പോർട്ടുകളിലെയും ഇത്തരം വലിയ കൂറ്റൻ കപ്പലുകളുടെ ചരക്കുകൾ ഇറക്കി പരിചയമില്ലാമുള്ള തൊഴിലാളികളെയും ജീവനക്കാരെയും ഇതിന്റെ ആദ്യഘട്ടത്തിൽ ആവശ്യമാണ്. സ്വാഭാവികമായി അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഹാൻഡ്സ് ഇവിടെ വന്ന് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഇവിടെയുള്ള ആളുകൾക്ക്, തദ്ദേശവാസികൾക്ക് പരിശീലനം കൊടുക്കാൻ ഒരു അസാപ്പ് സെന്റർ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം നടന്നു. അവിടെ പരിശീലനം ശ്രദ്ധിച്ചിറങ്ങി വരുന്ന ആളുകൾക്ക് ഇവിടെ തൊഴിൽ കൊടുക്കുമെന്ന് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അതേസമയത്ത് ട്രയൽ റൺ എടുക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് വെളിയിൽ നിന്ന് ആളുകൾ മറ്റു തുറമുഖങ്ങളിൽ വരും എന്നുള്ളത് ശരിയാണ്. അതവർ മറ്റു രൂപത്തിൽ സംശയിക്കുന്നതാണ്. അതിൽ സംശയത്തിനൊരു അടിസ്ഥാനമില്ല. ഇവിടുത്തെ ആളുകൾക്ക് തന്നെ 50% പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതുവഴി നടപ്പാക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിടുമ്പോൾ അത് കേരളത്തിനും രാജ്യത്തിനും മുഴുവൻ അഭിമാന നിമിഷമായി മാറുകയാണ്. സ്വാഭാവികമായി വിഴിഞ്ഞത്ത് നിന്ന് അടക്കം വ്യാവസായിക, വാണിജ്യ, വിനോദസഞ്ചാര മേഖലയിൽ വലിയൊരു നാന്ദി കുറിക്കലാകും കേരളത്തിന് എന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷകൾ എല്ലാം സഫലമാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.